പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ പ്രേംജിത്ത് ലാൽ. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടിയുടെ അതിഥിയായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് നടനും ഗായകനുമായ പ്രേംജിത്ത് ലാലാണ്. സ്വാഗതം സർ. സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം കുറച്ച് നാളായിട്ട് നല്ല വേഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതാണ് പ്രധാന വിശേഷം. വരുന്ന വേഷങ്ങളെല്ലാം ഒരേ ടൈപ്പ് വേഷങ്ങളായി പോകുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്റ്റീവ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ കാത്തിരിക്കുക. അപ്പം 2-3 ഇതിലുണ്ട്. അത് എന്ന് റിയലൈസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. താങ്കൾ അഭിനയിച്ച സിനിമകളെ കുറിച്ചൊന്ന് പറയാമോ ശ്രോതാക്കൾക്ക് വേണ്ടി? ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ജനപ്രീതി കിട്ടിയത് എന്ന് വിചാരിക്കുന്ന ചിത്രങ്ങൾ. അത് പറയുമ്പോൾ ആദ്യം ചെയ്ത സിനിമ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. GS വിജയൻ സംവിധാനം ചെയ്ത ചരിത്രം എന്നുള്ള സിനിമയിൽ ഒരു സീനേ ഉള്ളൂ. പക്ഷേ ആ സിനിമയിൽ ഒരു പ്രധാന വേഷം തന്നെയായിരുന്നു. തുടക്കത്തിൽ ശ്രീ മമ്മൂട്ടിയുടെ കൂടെയും നമ്മുടെ പപ്പുച്ചേട്ടൻ്റെ കൂടെയും ഭവാനി ചേച്ചിയുടെ കൂടെയും പൂജപ്പുര രവിച്ചൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. ഒരു ഭവാനി ചേച്ചിയുടെ മകൻ്റെ വേഷമായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു നല്ലൊരു കോമ്പിനേഷൻ സീനുമായിരുന്നു. ആ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ഒറ്റ സീനിൽ എനിക്ക് അഭിനയിക്കാനും പറ്റിയെന്നുള്ളതാണ്. അത് വളരെയധികം ജനപ്രീതി നേടിയൊരു സിനിമയായിരുന്നു. ആ സീനും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കിങ്ങിലെ ശ്രീ മമ്മൂട്ടിയുടെ കൂടെ തന്നെ പിയരെ വേഷം, അതായത് ബാലൻ എന്നുള്ളൊരു വേഷം, അതെനിക്ക് വളരെയധികം സംതൃപ്തി നൽകിയൊരു വേഷമാണ്. അത് വളരെയധികം ഹിറ്റും കൂടെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് എൻ്റെ ഡയറക്ടർ ശ്രീ ഷാജി കൈലാസിനോടും എല്ലാവരും നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന അനുഭവം ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് നേമം മെർലാൻഡ് സ്റ്റുഡിയോയുടെ അടുത്താണ്. അപ്പം കൊച്ചുനാളിൽ എനിക്ക് സിനിമ കാണാനുള്ള ഈ ഷൂട്ടിംഗ് കാണാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഷൂട്ടിംഗ് കാണുമ്പോൾ ആ ഒരു നിമിഷം എനിക്കും ഒരു അഭിനേതാവ് ആവണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ കളിക്കൂട്ടുകാരൻ എന്ന് തന്നെ പറയാം, ഉണ്ണി എന്ന് പറയും. ആ ഉണ്ണിയുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. ഉണ്ണി ആണ് എന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമയിലേക്ക് നയിച്ച വ്യക്തി. അദ്ദേഹം ആ സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു കാസ്റ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു. ഗുരുദേവൻ എന്നൊരു സിനിമ. വർക്കല ശിവഗിരിയിലായിരുന്നു ലൊക്കേഷൻ. അതിൽ വലിയ വേഷമൊന്നുമില്ലായിരുന്നു, ചെറിയൊരു വേഷമാണെങ്കിൽ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേഷവും. പിന്നീട് ആ വേഷത്തിന് ഒരു ഡയമെൻഷൻ വന്നു എന്നുള്ളതല്ല, എനിക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നിത്യഹരിത നായകൻ പ്രേംനസീർ സാറായിരുന്നു അതിൻ്റെ പ്രധാന വേഷം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫാദറിൻ്റെ വേഷം, അതായത് പള്ളിയിൽ അച്ഛൻ്റെ ഒരു വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു മീശ എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മീശ എന്ത് മുട്ടവനടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വർക്കല അവിടെ പോയി മീശയൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്കിപ്പോഴും വളരെയധികം സന്തോഷം നൽകുന്നത്. ആ ഒരു പ്രതിഭയുടെ കൂടെ എനിക്കൊരു സ്ക്രീൻ സ്പേസ് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതേത് വർഷത്തിലായിരുന്നു? അത് എനിക്ക് തോന്നുന്നു 1987-88 കാലഘട്ടത്തിലാണ്. ഈ പരിപാടിയിൽ നമ്മൾ പ്രിയഗാനങ്ങൾ കൂടി ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ആദ്യത്തെ ഇഷ്ടഗാനം ഏതാണെന്ന് പറയാമോ? ഒരു മലയാളി ആയതുകൊണ്ടും കേരളത്തിന് അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അത് ഞാൻ എവിടെ പോയാലും എനിക്ക് ട്രിവാൻഡ്രത്ത് വന്നാലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം ശരിയാകും എന്നുള്ളത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ സങ്കോചവും ഇല്ല. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഗാനം എന്ന് പറയുന്നത് ജലോത്സവം എന്ന സിനിമയിൽ ശ്രീ P. ജയചന്ദ്രൻ പാടിയ കേരനിരകളാടും എന്ന് BR പ്രസാദ് എഴുതിയ ഒരു ഗാനമുണ്ടല്ലോ, അൽഫോൺസിൻ്റെ മ്യൂസിക്കിൽ. ആ ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പലപ്പോഴും ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്ന ഒരു ഗാനം കൂടിയാണത്. നമുക്ക് കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ രംഗം നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ചുണ്ടായ വിഷമത്തെക്കുറിച്ച് താങ്കൾ മുന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം അനുഭവങ്ങൾക്ക് ശേഷവും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് അഭിനയ രംഗത്ത് പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. ഡീമോട്ടിവേറ്റഡ് ആകാതെ ഇനി നമുക്ക് അവസരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ആ കാലഘട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? അതെനിക്ക് വളരെയധികം ഷോക്കിംഗ് നൽകിയൊരു സംഭവമായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഞാനത് മനസ്സിലാക്കുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ആ ഒരു വേഷം ഉണ്ടായിരുന്നു, നല്ലൊരു വേഷമായിരുന്നു അത്. പക്ഷേ ആ സീനിൻ്റെ ടെമ്പോ, ആ സീൻ വന്നാൽ പോകുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് വിഷമം തോന്നിയത്. ഇപ്പോഴും തന്നെ ഒരു പുതിയൊരു സിനിമയിൽ 1 മണിക്കൂറോളം കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് ഞാൻ വായിച്ചു. ആ 1 മണിക്കൂർ കട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത പല നടന്മാരുടെ സീനും മൊത്തത്തിലെടുത്ത് മാറ്റപ്പെടും. അപ്പം അത് ടോട്ടാലിറ്റിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത്. പക്ഷേ ഈ പറഞ്ഞപ്പോൾ നമ്മളെപ്പോലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അത് വലിയൊരു അടിയായി പോകും. പക്ഷേ അതിലൊന്നും തളരാതെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. നമ്മളെ ശ്രമം കറക്റ്റാണെങ്കിൽ ദൈവം നമ്മളെ കൈക്കൊണ്ടി തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിനിമയുടെ സാങ്കേതിക വശങ്ങൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണോ? അതല്ല നമ്മൾ അഭിനയിച്ചാൽ മാത്രം മതി, അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചോ എഡിറ്റിങ്ങിനെ കുറിച്ചോ
അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ കുറിച്ചോ ആംഗിളിനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ ഷോർട്സിനെ കുറിച്ചോ ഒന്നും കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നാണോ? ഇല്ല അത് നമുക്ക് അത് വളരെ തെറ്റിദ്ധാരണ. കാര്യം നമുക്ക് ആ സിനിമയിൽ ഏത് ഒരു സീനാണെങ്കിൽ പോലും ലൈറ്റിങ്ങിനെ കുറിച്ചും അതിൻ്റെ പൊസിഷനെ കുറിച്ചും ക്യാമറ ആംഗിളിനെ കുറിച്ചും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ലൈറ്റ് വച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വരിക എന്നുള്ളതും ഒരു നടൻ പറയുന്നത് കേട്ടു, ശ്രീ മോഹൻലാൽ, കറക്റ്റ് ക്യാമറ എവിടെ നിൽക്കുന്നു അങ്ങനെ തന്നെ എവിടെ പോയാലും പുള്ളി അവിടെ കറക്റ്റ് വരും എന്നൊക്കെ പറയുന്നത് സത്യമാണത്. എത്ര വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നത്. എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്നത് മാത്രമല്ല, ആ ടെക്നോളജി നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യാമറയിൽ എവിടെ വന്നാൽ എങ്ങനെ വരും, മൂവ്മെൻറ്റ്സ് എവിടം വരെ ഉണ്ട്, ലുക്ക് എവിടം വരെ ആകാം, നമ്മളെല്ലാം അറിഞ്ഞിട്ട് ചെയ്താൽ അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ടെക്നോളജി പറഞ്ഞ പോലെ വളരെയധികം മാറിയല്ലോ. ഇപ്പോൾ 80s ടെക്നോളജി അല്ല 90s. ഇപ്പോൾ 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം പല സാങ്കേതിക വിദ്യയിലും മാറ്റം ഉണ്ടായി. അപ്പോൾ സിനിമ എങ്ങനെയാണ് മാറുന്നതായിട്ട് താങ്കൾ വിചാരിക്കുന്നത്? നമ്മൾ തുടങ്ങിയ സമയത്ത് ഫിലിമിലായിരുന്നു. ഫിലിമിൻ്റെയൊക്കെ ഒരു ക്യാനിൻ്റെ വില അന്നത്തെ കാലത്ത് 3000, 4000, ഈസ്റ്റ്മാനൊക്കെ 7000 രൂപ വിലയുള്ള സമയത്താണ് ഞാൻ അഭിനയത്തിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് നമ്മളെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ സന്തോഷമായിരിക്കും. ഈ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ ആകും അവർക്കും വിഷമം വരും. നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ പ്രധാന പ്രശ്നം ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, ഇതിൻ്റെ ഈ ഫിലിം ഓടുമ്പോൾ ഫിലിമിനൊരു സൗണ്ട് ഉണ്ട്. ഈ പ്രൊജക്ടറിൽ കിടന്ന് ഓടുന്നൊരു സൗണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുക മാത്രമല്ല, ഷോട്ട് 1, ടേക്ക് 2 അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഇവർ ക്ലാപ്പ് എന്ന് പറയും. ക്ലാപ്പ് അടിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന അതങ്ങ് പൊപ്പും. അഴകിയ രാവണൻ സിനിമയിൽ നമ്മളെ ഇന്നസെൻറ്റിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് യഥാർത്ഥ ഇന്നസെൻറ്റ് ആ പറയുന്ന കഥാപാത്രം വളരെ കറക്റ്റാണ്. കാര്യം ആ സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പം ഡിജിറ്റലിൽ വന്നപ്പോൾ നമുക്ക് ഒന്ന് ഫിലിം വേസ്റ്റ് വരുന്നില്ല, ലൈറ്റും ഇത്രയും വേണ്ട, നമുക്ക് വളരെ സൗണ്ട് കുറച്ച് സംസാരിച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജാണ്. അത് എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറ വളരെയധികം ഭാഗ്യം ചെയ്ത ഒരു തലമുറ തന്നെയാണ്. നേരത്തെ പറഞ്ഞു നാട് നേമത്താണ്, തിരുവനന്തപുരത്ത്. എങ്ങനെയായിരുന്നു കുട്ടിക്കാലവും വിദ്യാഭ്യാസവും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? അതേ പുറത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് എൻ്റെ സ്കൂളിൽ ചേർക്കുന്നത് വെള്ളയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവിടെയുള്ള സ്കൂളിലാണ് എന്നെ ചേർക്കുന്നത്, പ്രൈമറി സ്കൂള്. അത് കഴിഞ്ഞിട്ട് എന്നെ മലയൻകീഴ് ബോയ്സ് ഹൈസ്കൂളിലാണ് പിന്നീട് എൻ്റെ പഠനങ്ങളൊക്കെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജായിരുന്നു. അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ റെയിൽവേ കയറുന്നു. അങ്ങനെയാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ജോലി കിട്ടുന്ന അവസരം എങ്ങനെയായിരുന്നു? ജോലി എന്ന് പറയുന്നത് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ റെയിൽവേയിൽ വരുന്നത്. പക്ഷേ റെയിൽവേയിൽ വന്നതുകൊണ്ട് ഞാൻ 100% റെയിൽവേക്കാരനായിരുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. റെയിൽവേയിൽ എന്ത് പോസ്റ്റിലായിരുന്നു? ഞാൻ കൊമേഴ്സ് സൂപ്രണ്ടായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഇപ്പോൾ റെയിൽവേ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരുന്നതും നമ്മളൊരു ആൾക്കൂട്ടത്തിന് നടുവിലായിരിക്കുമല്ലോ എല്ലാ സമയത്തും. ഏത് സമയത്തും ചലനാത്മകമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ റെയിൽവേ അനുഭവങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിനെ മാറ്റിയത്? അല്ല, റെയിൽവേ അനുഭവം എന്ന് വെച്ചാൽ വളരെയധികം ഞാൻ പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. കാര്യം റെയിൽവേ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം ഫെമിലിയറാണ്. കാര്യം എല്ലാവർക്കും ഞാൻ ആ സമയത്ത് ധാരാളം സീരിയൽ അഭിനയിക്കുന്നതുകൊണ്ടും എല്ലാവർക്കും എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കാനും എൻ്റെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം കോൺഷ്യസ് ആവും. ശ്രദ്ധ എൻ്റെ വരുന്നത് ചില സമയങ്ങളിൽ വർക്ക് കറക്റ്റായിട്ട് സ്മൂത്ത് ആക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തുടക്കകാലം മുതൽ കുറേ നാൾ ഞാൻ ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ റെയിൽവേ ഉദ്യോഗസ്ഥനാണെന്ന് എന്നെ പലരും അറിയുന്നത്. കോളേജ് കാലത്തൊക്കെ നാടകം അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അല്ല, കോളേജ് കാലത്തിൽ നാടകത്തിലൊന്നും വളരെ സജീവമായിരുന്നില്ല. ചെറിയ ചെറിയ നാടകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് എനിക്ക് സത്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നാടകത്തിൽ. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ത്വര മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു മുട്ടത്തോടെ നിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. അങ്ങനെ നമ്മൾ മാറി. അത് ഞാൻ പറഞ്ഞപ്പോൾ ചരിത്രം എന്ന സിനിമ ഞാൻ ചെയ്തല്ലോ, അതിൽ ഭവാനി ചേച്ചി ഷൂട്ടിംഗ് കഴിഞ്ഞ എന്നോട് പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞു, എനിക്കൊരു നാടക ട്രൂപ്പുണ്ട്, അടൂർ ജിഗ തിയേറ്റേഴ്സ് എന്ന് പറയും. അതിലൊരു പ്രധാന വേഷം ചെയ്യുന്ന നടൻ ചെറിയ പ്രശ്നമാണ്, മോൻ ആ വേഷം ഓക്കെ ആവും, മോനെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിലിത് അവതരിപ്പിച്ചു. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അമ്മയും എൻ്റെ അച്ഛനും പറഞ്ഞു, നീ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അപ്പോൾ എൻ്റെ പറഞ്ഞു, ചുവണ്ടത്ത് വരുമ്പോൾ ഞാനും പങ്കജവും കൂടെ വരുമ്പോൾ മോനെ വിളിക്കും. മോനെയാണ് വിളിക്കുന്നത്. മോൻ വരണം, പങ്കജത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ എന്നെ വിളിച്ചു. അന്ന് എനിക്ക് പേഴ്സണൽ നമ്പറൊന്നുമില്ല. എൻ്റെ 3 വീടിനപ്പുറം ഹരിച്ചേട്ടൻ എന്ന് പറയും. ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ ഈ നമ്പർ കൊടുത്തു. അത് ഹരിച്ചേട്ടൻ വന്ന് പറഞ്ഞു, തന്നെ ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന്, എന്നെ അതിശയിപ്പിച്ചത്, ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഈ പങ്കജം ചേച്ചി, ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്, കണ്ട ആ വിസ്മയത്തിൽ നിൽക്കുകയാണ്. എന്നെ കണ്ട് അകത്തിരിക്കൂ, എൻ്റെ ചോദിച്ചു എന്താ വേണ്ട, ചായ വേണോ കാപ്പി വേണോ? അപ്പം എൻ്റെയും പങ്കജം ചേച്ചി റിയാക്ഷൻസ് ഭവന ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുക. എന്നോട് കമാന്നൊരു അക്ഷരം പറയാതെ നേരെ അകത്ത് പോയി അലമാരയിൽ നിന്ന് ആ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കൈ കൊണ്ട് തന്നു. അതിൻ്റെ പേരാണ് അലങ്കാര ഗോപുരം. അതിൻ്റെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇത് നീ പഠിക്കണം, ഇതാണ് കഥാപാത്രം, ഇത് പഠിച്ചിട്ട് അടുത്ത ആഴ്ച ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞ് എനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ്. കാര്യം അവരെന്നെ ഒരു ഒറ്റ വാക്ക് കൊണ്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത്. ചെമ്മീൻ എന്നുള്ള സിനിമ ഇന്നും ഗോൾഡൻ അല്ലേ, ലിബിയിൽ എഴുതിയ സിനിമയാണ്. ആ സിനിമയിലെ ഈ ഭവാനി ചേച്ചിയാലും പങ്കം ചേച്ചിയാലും ഇന്നും ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ്. അവരുടെ ആ നാടക ട്രൂപ്പിൽ അമ്മ തന്ന ആഹാരം കഴിച്ചു, അവരെ വീട്ടിൽ താമസിച്ചു. അതൊരു മഹാഭാഗ്യം തന്നെയാണ്.
അടുത്ത പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ശ്രാവണം വന്നു നിന്നെ കാണാൻ, അന്തിവെയിലെ പൊന്ന് എന്ന ചിത്രത്തിൽ ONV സാർ എഴുതി സലിൽ ചൗധരി സംഗീതം ചെയ്ത് യേശുദാസ് പാടിയ 1982 പുറത്തിറങ്ങിയ ഒരു ഗാനമാണത്. എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടുമാണ്. ആദ്യമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതാണെന്ന് പറയാം? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ, 2-3 കഥാപാത്രം പറഞ്ഞല്ലോ. അത് കിങ്ങിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെട്ടത് ശ്രീ രാജേഷ് പിള്ളയുടെ സംവിധാനത്തിൽ ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റിൽ ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു, ട്രാഫിക് എന്ന് പറയും. ആ ട്രാഫിക്കിലെ ഡോക്ടറുടെ വേഷം, അവയവ മാറ്റങ്ങളൊക്കെ ഇപ്പം സർവ്വസാധാരണമായിരിക്കുക. പക്ഷേ അന്ന് അതൊരു പുതുമയായിരുന്നു. ഒരാളുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുണ്ടോ, അത് കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിക്കുന്ന സമയത്താണ് ഈ സിനിമ ചെയ്യുന്നത്. ഈ സിനിമ സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നൊരു വാതിൽ തന്നെയായിരുന്നു. ആ സിനിമ വന്ന് അത് ഹിറ്റായത് ഏറ്റവും കൂടുതൽ ഇപ്പം സമൂഹം അംഗീകരിച്ചതിൻ്റെ തെളിവാണ്. ആ സിനിമ എന്ന് പറയുന്നത് വളരെയധികം പാത്ത് ബ്രേക്കിംഗ് മൂവി തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. OTT റിലീസസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് താങ്കളെപ്പോലുള്ള നടന്മാരെ അത്തരം കാര്യങ്ങൾ സ്വാധീനിക്കുന്നത്? ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ എല്ലാ സിനിമകളും ഹിറ്റാവണമെന്നില്ല. ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും വലിയ ക്യാൻവാസിലും വലിയ ബഡ്ജറ്റിൽ എടുക്കുന്ന സിനിമകൾക്ക് ഈ OTT അല്ലെങ്കിൽ വലിയ ചാനൽസ് എടുക്കും. അതേസമയം ഈ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളും വലിയ താരമൂല്യം ഇല്ലാത്ത സിനിമകളും OTT എടുക്കും. പക്ഷേ അത്ര പ്രാധാന്യമുള്ള OTT കിട്ടില്ല. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സിനിമയിലെ എല്ലാം ഹിറ്റായ ഒരു വലിയൊരു ക്യാൻവാസ് ചെയ്യുന്ന സിനിമയുടെ ചെറിയ വേഷം ചെയ്താൽ നമുക്ക് 10 പേര് അറിയും നമ്മൾ ചെയ്തു എന്നുള്ള കാര്യം. പക്ഷേ നമ്മളൊരു ചെറിയ സിനിമയിലെ പ്രധാന വേഷം ചെയ്ത് യാതൊരു കാര്യമില്ല. അത് നമ്മൾ ആൾക്കാർ കാണാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. പക്ഷേ OTT പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് സിനിമ പണ്ടത്തെ പോലെ ഷെൽഫിൽ വെക്കേണ്ടി വരില്ല, നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ജനത്തിലെ എത്തിക്കുക എന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണത്. കുറച്ച് മാർക്കറ്റിംഗ് തന്ത്രം കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. സഹപ്രവർത്തകരുടെ പിന്തുണ എങ്ങനെയായിരുന്നു? ഈ സിനിമാ രംഗത്ത് ഒരു ഗോഡ് ഫാദറിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? സഹപ്രവർത്തകരുടെ പിന്തുണ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കാര്യം നമ്മുടെ കൂടെ ഉള്ളവരുടെ സഹകരണവും അവരുടെ അഭിപ്രായവും അവരുടെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ഒരു ഗോഡ് ഫാദർ വേണം, തീർച്ചയായും ഒരു ഗോഡ് ഫാദർ വേണം. ഗോഡ് ഫാദർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ സ്വീകരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ശരിയാണ് അല്ലെങ്കിൽ ശരിയായിരിക്കും എന്നുള്ള ധാരണ നമുക്ക് ഒരിക്കലും ശരിയായി വരണമെന്നില്ല. അപ്പോൾ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ കറക്റ്റിന് പുള്ളി പറയാം അതല്ല ആ കഥാപാത്രം ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയൊരു ഗോഡ് ഫാദർ ഉള്ളത് സിനിമയ്ക്ക് ഏറ്റവും നല്ലതാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഗോഡ് ഫാദർ എന്താ പറയുക, എടുത്തു പറയാൻ 2-3 പേരുണ്ട്, എന്നാൽ തന്നെയും തുടക്കകാലത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. തുടക്കകാലത്ത് ഇത്തരം ഒരു ഗൈഡ് ലൈൻ കിട്ടാതിരിക്കുന്നത് നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തെറ്റായ ചോയ്സസ് എടുക്കുന്നതിൽ റോൾസൊക്കെ സ്വീകരിക്കുന്നതിലൊക്കെ ആ തെരഞ്ഞെടുപ്പിൽ ബാധിക്കപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സെലക്ഷൻസ് ഒരു പരിധി വരെ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ടോ സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൽ ശരിക്ക് മിസ്റ്റേക്സുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി അതിന് നോക്കിയിട്ട് കാര്യമില്ല. ഇനി അങ്ങനെ ബെറ്ററാക്കി നോക്കാം, അതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളത്. താങ്കൾ സിനിമയിലേക്ക് വന്ന കാലഘട്ടവും ഇപ്പോൾ ഉള്ള കാലഘട്ടവും വളരെയധികം വ്യത്യസ്തമാണല്ലോ. അവസരങ്ങൾ വ്യത്യസ്തമാണ്, ആൾക്കാരുടെ സമീപനം, ചിന്താഗതി എല്ലാം മാറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ, ആൾക്കാർ സിനിമയെ സ്വീകരിക്കുന്ന രീതി, പ്രേക്ഷകർ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ ട്രൂ വെൽവിഷറിനെ പോലുള്ള ഒരു സെക്കൻഡറി സപ്പോർട്ടോ എന്തെങ്കിലും ഇന്നത്തെ കുട്ടികൾ പ്രതീക്ഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം എടുക്കുന്നതായിട്ടൊക്കെ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ, മീൻസ് അവർക്ക് കുറച്ചൊന്ന് ഹോംവർക്ക് ചെയ്താൽ അവർക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. ആരുടെയും ഗോഡ് ഫാദറിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ല. ഇപ്പോൾ നമ്മളെ പ്രേം നസീറിനെ കുറിച്ച് പറയുമ്പോൾ പ്രേം നസീർ അന്ന് മരം ചുറ്റി പാടുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പം നമ്മൾ പലരും പറയും മരം ചുറ്റി പറയും. അന്നൊന്ന് ആലോചിക്കുക, ഒരു 4 ലൈൻ അല്ലെങ്കിൽ 5 ലൈനൊക്കെ നസീർ സാറിൻ്റെ പാട്ടിട്ടിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേര് ഒരേപോലെ അല്ലാതെ അഭിനയിക്കാൻ പറ്റും? നസീർ സാർ ഇത്രയും വർഷം ഇത്രയും പടങ്ങൾ 500 അധികം പടങ്ങൾ ഒരൊറ്റ നടൻ്റെ ലിപ്പ് കൊണ്ട് അല്ലെങ്കിൽ അഭിനയം കൊണ്ട് പിടിച്ച് നിന്നു എന്നുള്ളത് നമ്മൾ വിസ്മയിക്കേണ്ട കാര്യം. ഇപ്പോഴൊക്കെയല്ലോ, ഇപ്പോൾ ഒരു ലൈൻ പാടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കട്ട് വേറെ ലൊക്കേഷൻ, വേറെ കോസ്റ്റ്യൂംസ് ഒക്കെയാണ്. അപ്പോൾ ബുദ്ധിമുട്ടില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു റെഫറൻസ് ഇന്നുണ്ട്. അവർക്ക് അത് വെച്ച് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം വിരൽത്തുമ്പിലല്ലേ, ഏത് ലാംഗ്വേജ് വേണം, കൊറിയ വേണോ, ജാപ്പനീസ് വേണോ, ചൈനീസ് വേണോ, ഏതാ വേണ്ടത്, നമുക്ക് എല്ലാം നമ്മളെ വിരൽത്തുമ്പിലിരിക്കുകയല്ലേ. റെഫറൻസിന് ധാരാളം അവസരങ്ങളുണ്ട്. അപ്പം അഭിനയത്തിന് ടാലൻറ്റ് മാത്രം മതിയോ, അതെ കോൺഫിഡൻസ് ആണോ പ്രധാനം? അല്ല, ടാലൻറ്റ് വേണം ഇല്ലെന്ന് പറയുന്നില്ല. ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരാൻ പറ്റുള്ളൂ. പക്ഷേ അതിനുപരി നമുക്ക് കോൺഫിഡൻസും കൂടെ വേണം. കഴിവുണ്ടായിട്ട് കാര്യമില്ല, കഴിവ് രണ്ടാമതായിട്ട് വരുന്നത് കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില സീന് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറും കഴിവുണ്ടായിട്ട് കാര്യമില്ല. പാടാൻ അറിയുന്നവരാണെങ്കിൽ അഭിനയിക്കാൻ അറിയുന്നവരും എത്രയോ പേര് പുറകിലുണ്ട്, അത് മനസ്സിലാക്കുക. അവരെന്തുകൊണ്ട് മോളി വരുന്നില്ല? അപ്പോൾ അവർക്ക് കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടും അവർ നിൽക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. 1988 പുറത്തിറങ്ങിയ ലോട്ടറി ടിക്കറ്റ് എന്നുള്ള സിനിമയിലെ ഒരു മനോഹരമായൊരു ഗാനമുണ്ട്, മനോഹരി നിൻ മനോരഥത്തിൽ. ശ്രീമന തമ്പി സാറിൻ്റെ രചനയിൽ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നടത്തി
KJ യേശുദാസ് പാടിയ ആ ഒരു ഗാനം വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. സിനിമ പോലുള്ള മേഖലയിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ നമ്മുടെ വിധി നിർണ്ണയിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഭാഗ്യം കിട്ടുമ്പോൾ അഹങ്കരിക്കുകയും നമുക്ക് പടങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കതിൽ അങ്ങനെയാണ് പല നടന്മാരും നമുക്ക് എണ്ണിയാൽ 10 നിൽക്കില്ല. നമുക്കൊരു അവസരം എന്ന് പറയുന്നത് വരുമ്പോൾ അങ്ങനെ നമ്മൾ പറയാറില്ല, നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ബസ് വരില്ല, വരുമ്പോൾ എല്ലാം കൂടെ കോൺവേ ആയിട്ട് വരും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാര്യം ആഴ്ചയിൽ 5 ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരിക്കും, 6ാമത്തെ ദിവസം ഏതെങ്കിലും ഒരു വർക്ക് കൊടുക്കണം, അന്നായിരിക്കും വേറെ ഷൂട്ടിംഗ് വയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒന്ന് കളയേണ്ടി വരും. അങ്ങനെ സംഭവിക്കും. അത് ആരും കുറ്റമല്ല, അത് അങ്ങനെയാണത്. മുൻകാലങ്ങളിലൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു കോമഡി റോൾ ചെയ്താൽ പിന്നെ കിട്ടുന്നതെല്ലാം കോമഡി വേഷങ്ങളായിരിക്കും. ഇപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന സാധ്യത അന്നത്തെ കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നയാൾ ഹാസ്യ നടനാണ്, ഇന്നയാൾ ക്യാരക്ടർ റോളാണ്, ഇന്നയാൾ അങ്ങനെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും എല്ലാ വേഷങ്ങളും ചെയ്യുന്നുണ്ട്. അവസരങ്ങൾ കൂടിയത് കൊണ്ടാണോ? പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് അറിയാം ഒരേ ടൈപ്പ് കാസ്റ്റ് ചെയ്താൽ നിലനിൽക്കാൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പഴയ കുറേ നടന്മാർ ടൈപ്പ് കാസ്റ്റ് ആയതുകൊണ്ട് ഫീൽഡ് ഔട്ട് ആയ എത്രയെത്ര നടന്മാരെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അവരുടെ ആ മൈനസ് അവരെന്തുകൊണ്ട് ഔട്ടായി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് ആണ് ഇവരിപ്പോൾ പ്രവർത്തിക്കുന്നത്. ദൂരദർശൻ്റെ അടക്കം അങ്ങാടിപ്പാട്ട് പോലുള്ള ഫേമസ് ആയിട്ടുള്ള സീരിയലുകളുടെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ കോമഡി ക്യാരക്ടർ തന്നെ ആയിരുന്നു. എൻ്റെ ഒരു ഫിസിക്കും എൻ്റെ ഒരു അപ്പിയറൻസും വെച്ചിട്ട് എനിക്ക് വരുന്ന എല്ലാ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് അങ്ങനത്തെ ഒരു വേഷങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് അതിനെ വിഭിന്നമായിട്ട് ദൂരദർശനിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ആ സമയത്ത് നമ്പർ 1 തന്നെ ആയിരുന്ന ഒരു സീരിയൽ ആണ് അങ്ങാടിപ്പാട്ട്. അതിന് നാഥൻ സാറായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്, R. ഗോപിനാഥ് പുള്ളിയായിരുന്നു സംവിധാനം. അതിൽ എനിക്കൊരു വെറും എന്താ പറയുക ഒരു മണ്ണുണ്ണി വേഷമായിരുന്നു. എനിക്ക് ഒരിക്കലും ജനം എൻ്റെ നിന്ന് പ്രതീക്ഷിക്കാത്ത വേഷം എനിക്ക് തന്നു. അത് തന്നെ എനിക്കൊരു വെല്ലുവിളി. ആദ്യം ഒന്ന് സംഭ്രമിച്ചു പോയി, കാര്യം ഈ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റും, എന്നെ നിൽക്കുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ അത് അങ്ങ് ചെയ്ത് വന്നപ്പോൾ ഞാൻ റൂട്ടിലാവുകയും വളരെയധികം എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയ ഒരു വേഷം തന്നെയായിരുന്നു അങ്ങാടിപ്പാട്ടിലെ സുബ്രഹ്മണ്യൻ എന്നൊരു വേഷം. ഒരു മുണ്ടൂർ സാറായിരുന്നു എൻ്റെ യജമാൻ എന്നായിട്ട് ചെയ്തത്. മുണ്ടൂർ സാറിന് ഞാനൊരു നല്ല മാനസികമായിട്ട് വളരെയധികം ഒരു ഐക്യം ഉണ്ടായിരുന്നു. അതും ഒരു വിജയത്തിൻ്റെ കാരണം. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു സഹകരണം ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ല, ആ വേഷം ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇഷ്ടം പോലെ ഇങ്ങനത്തെ വേഷങ്ങൾ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഈശ്വരൻ സാക്ഷിയായ എന്നുള്ള സീരിയൽ. അതിലും ഈ പറയുന്ന ഒരു കോമഡി കലർന്ന ഒരു അഡ്വക്കേറ്റ് പുത്രൻ വക്കീൽ എന്ന് പറയും. ആ പുത്രൻ വക്കീൽ വെറും മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു വക്കീൽ. ആ വേഷം വളരെയധികം ഭംഗിയാക്കിയെന്ന് എനിക്ക് നടുറുപാസി അവാർഡൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലും ഈ പറഞ്ഞ് നന്നാക്കാൻ പറ്റിയത് കൂടെ അഭിനയിച്ചത് എല്ലാവരും പ്രിയപ്പെട്ട ബാബു നമ്പൂതിരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു അഭിനേതാവ് ചെറുതോ വലുതോ ആവട്ടെ, അവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അരികിൽ നിന്നാലും. ചൈന ടൗൺ എന്ന സിനിമയിൽ ജാസി ഗിഫ്റ്റിൻ്റെ സംഗീതത്തിൽ അനിൽ പനച്ചൂരൻ എഴുതി MG ശ്രീകുമാറും KS ചിത്രയും പാടിയ ഗാനം. സാധാരണഗതിയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വരുന്നത് വരെ നമുക്കൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ റോൾസ് മാത്രം പ്രതീക്ഷിച്ച് അതിലെ വരുമാനം കൊണ്ട് മാത്രം ജീവിതം ചിലപ്പോൾ മുന്നോട്ട് പോയേക്കില്ല എന്ന്. അപ്പോൾ റെയിൽവേയിലെ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിലും അഭിനയം എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു? അല്ല, ഞാനെങ്കിൽ സംവിധാന സഹായിയായിട്ട് ഞാൻ പോകുമായിരുന്നു. ഞാൻ തുടക്കത്തിൽ S. കുമാർ എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട്. ചിത്രം ഉൾപ്പെടെയുള്ള ആ പൂച്ചയ്ക്കൊരു മുക്കുത്തി ഒരതമ്മ വാളറിയാൻ ആ സമയത്ത് പുള്ളിയെ കാണാൻ പോയി. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അയൽവാസിനെ, പുള്ളിയുടെ അനിയൻ എൻ്റെ ക്ലാസ്മേറ്റ് മരിച്ചുപോയി രാധാകൃഷ്ണൻ എന്ന് പറയും. അപ്പം ചേട്ടനെ കാണാൻ പോയി. ചേട്ടൻ കാണാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പ്രിയനോട് പറഞ്ഞിട്ട് അസിസ്റ്റൻ്റ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, ഞാനത് അന്ന് സ്വീകരിച്ചില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ റെയിൽവേ വന്നില്ലെങ്കിൽ ഞാനത് സ്വീകരിച്ചേനെ. ആ മേഖലയിൽ ഞാൻ പോയേനെ. എങ്ങനെയാണ് പാട്ടിലോട്ടും ഗാനമേളകളിലോട്ടും ഒക്കെ എത്തുന്നത്? ഇല്ല, പാട്ട് പാടാൻ ഒരു അത് കോൺഫിഡൻസ്, ഒരു ചങ്കുറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ പാടുന്നു. ഞാനിപ്പം ഒന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും. നീലനിശീധിനി നിന്മണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു, നിന്മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. നീലനിശീധിനി നിന്മണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു. നന്നായിരുന്നു. പാട്ടല്ലാതെ മറ്റ് കലാപ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാട്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. പാട്ടും ഈ അഭിനയവും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മാക്സിമം ഈ സിനിമകൾ കാണുന്നത് അതൊരു ഹോബിയാണ്. എല്ലാ ഭാഷയിലുള്ള സിനിമകളും എല്ലാ ഭാഷയിലുള്ള പാട്ടുകളെല്ലാം കേൾക്കാൻ വലിയ താല്പര്യമാണ്. സിനിമാ രംഗത്ത് എത്ര വർഷങ്ങളായി?
അപ്പോൾ ഈ യാത്രയിലുടനീളം നമ്മളെ സഹായിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? എടുത്തു പറയേണ്ടത് 2-3 വ്യക്തികളുണ്ട്. തുടക്കത്തിൽ ആദ്യം വേഷം തന്ന ശ്രീ GS വിജയൻ, അതുപോലെ തന്നെ ശാന്തിയുള്ള ദിനേശ്, പപ്പൻ പൈറ്റുവിള, ശ്രീ KK രാജീവ്, പിന്നെ ബോബി സഞ്ജയ്, എല്ലാത്തിനുപരി എൻ്റെ എല്ലാമായ ശ്രീ പ്രേംപ്രകാശ് അച്ചായൻ. കറിയാച്ചായൻ്റെ ഇൻഫ്ലുവൻസും കറിയാച്ചായൻ്റെ ഹെൽപ്പും ധാരാളം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അച്ചായൻ്റെ ധാരാളം സിനിമയിലെ ഒരു ഭാഗമായി എനിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ് തന്നെയാണത്. മുഖ്യധാരയിലെത്തും മുന്നേ നടന്നു കയറേണ്ടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് സാധാരണ ഈ രംഗത്തുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പുതിയ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്രവൃത്തി കറക്റ്റായിരിക്കുക, നമ്മൾ നന്നായിട്ട് ഹോം വർക്ക് ചെയ്യുക, നല്ല സിനിമകൾ കാണുക, നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുക, അങ്ങനെ കുറേ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം നമ്മളെ കൈകൊണ്ട് തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ പ്രവൃത്തി കറക്റ്റായിരിക്കും, അതാണ് അതിൻ്റെ സത്യം. രസകരമായ ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് അതൊരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അത് ശ്രീ KK ചന്ദ്ര സാർ സംവിധാനം ചെയ്ത ദൂരദർശന് വന്ന മായാമാനസം എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് ത്രില്ലർ സംഭവം നടന്നൊരു സംഭവം, റിയൽ സ്റ്റോറിയാണത്. തലയോട്ടി വെച്ചിട്ട് ആ വ്യക്തി ആരെന്ന് വരച്ചെടുക്കുകയും അത് പേപ്പറിൽ പരസ്യം കൊടുക്കും, ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു യുവതിയായിരുന്നു അത്. അങ്ങനെ ആ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിസ്റ്ററി പോകുന്നൊരു കഥയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ പൊന്മുടി അവിടെ ആയിരുന്നു അതിൻ്റെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഹീറോ കം വില്ലൻ ഞാനായിരുന്നു. അപ്പോൾ അതിൽ ഈ കൊല ചെയ്തിട്ട് ഞാൻ ഒരു ഇറക്കത്തിൽ ഓടി വരുന്ന ഈ കാട്ടിനുള്ളിലാണ്, കല്ലാറിൽ വെച്ചായിരുന്നു ഷൂട്ട്. 2-3 ദിവസമായിട്ട് അത് മഴ കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അന്നത്തെ കാലത്ത് അറിയാമല്ലോ, ഷൂട്ടിംഗ് ഒരു ദിവസം നീണ്ടുപോയാലുള്ള ബുദ്ധിമുട്ടും അക്കോമഡേഷനൊക്കെ അങ്ങനെ ആയി അവസാനം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്തു. ആ ക്ലൈമാക്സ് സംബന്ധിച്ച് ഇവർ ഈ കല്ലാറിൻ്റെ അപ്പുറത്ത് ക്യാമറയും വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓടി വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ കമ്പിൽ തട്ടി ഞാനിങ്ങി പോന്നു. ഞാൻ തലയടിച്ച് താഴെ പോന്നു. ഏതോ ഒരു ദൈവത്തിൻ്റെ ഒരു കരസ്പർശം എന്ന് പറഞ്ഞാൽ എവിടെയോ തട്ടി ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങി പുഴ നീന്തി അപ്പുറത്ത് പോകുന്നു. അതായിരുന്നു ഷോട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഭയാനകമായ ഒരു ചിത്രം എന്ന് പറയുന്നത്, ഞാൻ അവിടെ ആ തടഞ്ഞ് നിന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ തല കുത്തനെ വീണ് അന്ന് എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വയ്ക്കേണ്ട അവസ്ഥ വന്നില്ല. നമ്മൾ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുൻകരുതലും കൂടെ എടുക്കണം. എന്നെ ഓർമ്മിപ്പിച്ചൊരു സംഭവമാണ്. അതുപോലെ ഞാൻ അതിനുശേഷം ഞാനൊരു അറബി സീരിയൽ ചെയ്തു. അത് പലർക്കും അറിയില്ല. ഗസത്തുൽ ഹനീം എന്നുള്ളൊരു അറബി സീരിയൽ. ഇവിടെ നിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഫോട്ടോസ് ഇവിടെയുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വാങ്ങിച്ച് അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്കൊരു ദിവസം കോൾ വരുന്നു, ചേട്ടനെ സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്നെ സെലക്ട് ചെയ്തോ? അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്യാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഇറാനിയൻ ഏതോ ഒരു കലാകാരനുമായിട്ട് എനിക്ക് സാമ്യമുണ്ട്, അതുകൊണ്ടാണ് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഒരു ഐലൻഡ് ഉണ്ട്, അവിടെയായിരുന്നു സംഭവങ്ങളൊക്കെ. അതിലും ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ഖാൻ എന്ന് പറഞ്ഞൊരു വേഷമാണ് ഞാൻ ചെയ്തത്. അതിൻ്റെ ക്ലൈമാക്സിൽ ഞാൻ കൊക്കയിൽ വീഴുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുൻകരുതലൊക്കെ എടുത്തു ചെയ്തു. ഇപ്പോൾ സുരക്ഷിത മുൻനിർത്തിയാൽ നമുക്ക് ചെയ്യാം. ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനി അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള റോൾസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, വെയിറ്റ് ചെയ്യുകയാണ് എന്ന്. എനിക്ക് പറ്റുന്ന വേഷങ്ങൾ ധാരാളം. ഞാൻ പറയും പോലെ പുതിയ തലമുറയിൽ കുറേ നല്ല സംവിധായകരുണ്ടല്ലോ, ആ സിനിമയുടെ ഭാഗമാകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ ക്യാരക്ടറിനെ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാത്തിരിക്കുക, ഇന്നല്ല ഇന്നാളെ വരും, നോക്കാം. നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ആകാശവാണി ശ്രോതാക്കളുമായി വിശേഷങ്ങളും ഗാനങ്ങളും പങ്കുവച്ച താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവി പദ്ധതികൾക്കായിട്ട് എല്ലാവിധ ഭാവുകങ്ങളും ആകാശവാണി നേരുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഈ പരിപാടി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമകൾ ഇറങ്ങുമ്പോൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അത് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. ചലച്ചിത്ര നടൻ പ്രേംജിത്ത് ലാൽ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.